ദുരന്തത്തിൽ പുനരധിവാസം കൃത്യമായി നടപ്പിലാക്കാത്തതിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഷബീർ ഉമർ ചേരുകയാണ്. ഷബീർ, എന്താണ് ലീഗിന്റെ പ്രതിഷേധം? എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? നൗഫൽ, അല്പസമയം മുമ്പാണ് യൂത്ത് ലീഗിന്റെ ലോങ് മാർച്ച് ആരംഭിച്ചത്. നെല്ലിമുണ്ടയിൽ നിന്ന്, ഈ ദുരന്തം നടന്ന പുത്തുമലയിൽ നിന്ന് അല്പം മാറി നെല്ലിമുണ്ടയിൽ നിന്നാണ് ഈ ലോങ് മാർച്ച് ആരംഭിച്ചത്. കൽപ്പറ്റയിലെ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് യൂത്ത് ലീഗ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ആക്ഷേപമാണ് സംസ്ഥാന സർക്കാരിനെതിരെ യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ദുരന്തം ഇപ്പോൾ ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാകുന്നു, 2 പൂർത്തിയാകുന്നു. ഈ ഘട്ടത്തിലും പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല. നിർജീവമായ അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസം പോകുന്നത്. ഒപ്പം തന്നെ കൃത്യമായ സഹായം ഈ ദുരന്ത ബാധിതർക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കർഷകർക്ക്, വ്യാപാരികൾക്ക് എന്നിങ്ങനെ കൃത്യമായ സഹായം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഈ ദുരന്തമുഖത്ത് കാര്യക്ഷമമല്ല എന്നാണ് കഴിഞ്ഞ ഒരു വർഷം വ്യക്തമാക്കുന്നത് എന്നാണ് യൂത്ത് ലീഗിന്റെ ആക്ഷേപം. ഈ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു ലോങ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസാണ് യൂത്ത് ലീഗ് ഈ മാർച്ച് നേതൃത്വം നൽകുന്നത്. ഏതാണ്ട് 13 കിലോമീറ്റർ നെല്ലിമുണ്ടയിൽ നിന്ന് ആരംഭിച്ച് കൽപ്പറ്റയിലെ കളക്ടറേറ്റ് വരെ ഏതാണ്ട് 13 കിലോമീറ്ററിലധികം ദൂരം കാൽനടയായാണ് ഈ മാർച്ച് എന്നുള്ളതാണ് സവിശേഷത. അല്പം മുമ്പ് നമ്മൾ PK ഫിറോസുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് തുടക്കം മാത്രമാണ്, ഈ പ്രതിഷേധം തുടക്കം മാത്രമാണ്. സർക്കാർ നടപടി സ്വീകരിക്കും വരെ, അല്ലെങ്കിൽ ദുരന്തബാധിതരെ കൃത്യമായി പുനരധിവസിപ്പിക്കുന്നത് വരെ യൂത്ത് ലീഗിന്റെ, മുസ്ലിം ലീഗിന്റെ എല്ലാം തന്നെ പ്രതിഷേധം തുടരുമെന്നാണ് PK ഫിറോസ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഈ മാർച്ച് എനിക്ക് പിറകിൽ കാണാം. നെല്ലിമുണ്ടിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ. ഇപ്പോൾ മാർച്ച് വരികയാണ്. കനത്ത മഴ പെയ്യുന്നുണ്ട് ഈ സമയം. ഇപ്പോൾ മഴ കനത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഈ മഴയെ പോലും അവഗണിച്ചാണ് ഈ മാർച്ച് വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട. മാർച്ച് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്, അതിന്റെ ഭാഗമാകുന്നുണ്ട്. മുനവറലി ശിഹാബ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ മുനവറലി ശിഹാബ് തങ്ങളാണ് ഈ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. തുടങ്ങുന്ന സ്ഥലം നെല്ലിമുണ്ടയിൽ നടന്ന പരിപാടി അതിനു മുമ്പ് ഈ ദുരന്തബാധിതരെ സംസ്കരിച്ച അവരുടെ കല്ലറയുള്ള പുത്തുമലയിലെ പൊതു ശ്മശാനത്തിൽ ഹൃദയഭൂമി എന്ന് കഴിഞ്ഞ ദിവസം നാമകരണം ചെയ്തിരുന്നു. അവിടെ ഒരു പ്രാർത്ഥനാ സദസ്സ് ലീഗ് സംഘടിപ്പിച്ചിരുന്നു. ആ പ്രാർത്ഥനാ സദസ്സിൽ മുനവറലി ശിഹാബ് തങ്ങൾ, PK ഫിറോസ് അടക്കമുള്ളവർ പങ്കെടുത്തു. ആ നിലയ്ക്ക് അതിനുശേഷമാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂത്ത് ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആക്ഷേപം, നമുക്കറിയാം മുസ്ലിം ലീഗ് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. 100 വീടുകൾ അടക്കുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനം. ഇതിനായി ഭൂമി കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. നിയമപ്രശ്നങ്ങളുണ്ട് എന്നതടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ മുസ്ലിം ലീഗിന്റെ പുനരധിവാസ പദ്ധതിക്ക് അള്ളുവെക്കുകയാണ് എന്ന ആരോപണം കൂടി PK ഫിറോസ് ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസം എങ്ങും എത്തുന്നില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ പുനരധിവാസ പദ്ധതിയെ, ലീഗിന്റെ പദ്ധതിയെ അള്ളുവെക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഈ നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് PK ഫിറോസ് ആരോപിച്ചത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഈ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 13 കിലോമീറ്റർ പിന്നിടാനുണ്ട്. അല്പസമയം മുമ്പാണ് തുടങ്ങിയത്. ഈ 13 കിലോമീറ്റർ പിന്നിട്ട് കൽപ്പറ്റയിലാണ്, കളക്ടറേറ്റിന് മുന്നിലാണ് ഈ പ്രതിഷേധ മാർച്ച് സമാപിക്കുക. മുണ്ടക്കയിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ് ലീഗിന്റെ നേതൃത്വത്തിൽ. അതായത് പുനരധിവാസം കൃത്യമായി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ലീഗിന്റെ ആരോപണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് അവരുടെ അവരുടേതായ രീതിയിലുള്ള പുനരധിവാസം നടപ്പിലാക്കാനുള്ള ശ്രമത്തിന് സർക്കാർ അള്ളുവെക്കുന്നുള്ള ആരോപണം ലീഗിനുണ്ട്. അതുകൂടിയാകാം പ്രതിഷേധത്തിന്റെ കനം കൂട്ടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിയത്.